കാണാനുണ്ട്. ഓക്കെ. അപ്പോ കിങ്ഡം പ്ലാന്റ് ഇപ്പോ ഫിൽസ ക്ലാസ് ജസ്റ്റ് ഇങ്ങനെ കേട്ടു പോകൂട്ടാ. ആദ്യത്തെ ക്ലാസ് കേൾക്കാത്ത കാരണം കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, റെഡിയാവും. ഓക്കെ. ആദ്യത്തെ ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പൊ ജസ്റ്റ് ക്ലാസ് ശ്രദ്ധിക്കട്ടാ. ഇപ്പോ നമ്മൾ കിങ്ഡം പ്ലാന്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് പഠിച്ചത്. കിങ്ഡം പ്ലാന്റയിൽ ലോകത്തിലുള്ള എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സുകൾ ഉണ്ട്. പ്ലാന്റ്സുകളുടെ കിങ്ഡത്തിനെയാണ് കിങ്ഡം പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിങ്ഡം പ്ലാന്റിൽ ഒരുപാട് ഡിവിഷൻസുകൾ പഠിച്ചു. ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, സ്പെർമാറ്റോഫൈറ്റ. സ്പെർമാറ്റോഫൈറ്റയിൽ ജിംനോസ്പെർമെ, ആൻജിയോസ്പെർമെ, ഡൈകോട്ലിഡൻ, മോണോകോട്ലിഡൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ജസ്റ്റ് ഒരു വ്യക്തത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആരാ ജോയിൻ ചെയ്തത്? റിൻഷിത. ഓക്കെ. റിൻഷിത കേൾക്കാവോ? റിൻഷിത, ഹലോ. റിൻഷിതക്ക് ക്ലാസ് കേൾക്കാവോ? ആ, ഓക്കെ ഓക്കെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ റിൻഷിതയും സെനൊന്നും ഉണ്ടായിരുന്നില്ല. മക്കൾ എന്ത് ചെയ്യണം? ഞാൻ അയച്ചു തന്ന ക്ലാസ് കേൾക്കണം, കേട്ടിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ട്ടാ. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രയോഫൈറ്റിയാണ് പഠിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, പ്ലാന്റ്സുകളിൽ വെച്ച് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും പ്രിമിറ്റീവ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ആളുകളാണ് ബ്രയോഫൈറ്റ. കണ്ടാ? നമ്മൾ കണ്ടില്ലേ ഈ ബ്രയോഫൈറ്റകളെ കുറിച്ചിട്ടൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തു കഴിഞ്ഞാല് നമ്മുടെ മതിലിന്റെ മുകളിലും കിണറ്റിന്റെ വക്കത്തൊക്കെ കെട്ടി നിൽക്കുന്ന ചെടികളില്ലേ, വളർന്നുണ്ടാകുന്ന ചെടികളില്ലേ, അതിനെയാണ് നമ്മൾ ബ്രയോഫൈറ്റ എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ. ഓക്കെ. പിന്നെ പിന്നെ ബ്രയോഫൈറ്റകൾക്ക് വേരുകളില്ല, പകരം റൈസോയിഡ്സ് എന്നുള്ള സ്ട്രക്ചറാണ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ. അവർക്ക് മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട്. ഫീമെയിലിന്റെ പേര് ആർക്കിഗോണിയ, മെയിലിന്റെ പേര് ആന്ത്രീഡിയ. ഇവര് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോഴാണ്, ഇവര് റിലീസ് ചെയ്യുന്ന എഗ്ഗും സ്പേമും കൂടി ഫ്യൂസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സ്പോറോഫൈറ്റുകളും അതിൽ നിന്ന് സ്പോറുകളൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ. പിന്നെ പിന്നെ നമ്മൾ പഠിച്ചു ബ്രയോഫൈറ്റുകളിൽ 3 ക്ലാസ്സസുകൾ ഉണ്ട്. ലിവേർഡ് വേർഡ്സും മോസസും ഹോൺവേർഡ്സും. ഓക്കെ. ലിവർ വേർഡ്സിന്റെ ഒരു ഉദാഹരണമാണ് മർക്കാൻഷ്യ. ഇവരെ കാണാൻ കൂടുതലും റിബഡ് മാതിരിയാ. ഓക്കെ. മോസസുകളുടെ ഒരു എക്സാമ്പിൾ ആണ് ഫ്യൂണേറിയ. നമ്മളുടെ തലവെട്ടി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, നമ്മൾ തലവെട്ടി കളിപ്പില്ലേ, അത് മോസസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്ലാന്റ് ബോഡികളാണ്. ലീഫി പ്ലാന്റ് ബോഡിയാണ് ഇവരുടെ. ലീഫ് പോലത്തെ പ്ലാന്റ് ബോഡി ഉണ്ടാവും. പിന്നെ ഒരു തല പോലെ ഒരു സാധനം അങ്ങനെ മുളച്ചു വരും അവരുടെ ബോഡിയിൽ. ഓക്കെ. പിന്നെ ആന്തോസിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടി ഉണ്ട്. നോക്കിയേ, ഈ പാറയുടെ മുകളിലൊക്കെ നമുക്കത് ഇങ്ങനെ കാണാൻ പറ്റും, ആന്തോസിറോസ് എന്നൊക്കെ. ഇത് ഹോൺവേർഡ്സ് വിഭാഗത്തിൽപ്പെട്ട ബ്രയോഫൈറ്റയാണ്. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ഒരുപാട് തരത്തിലുള്ള ബ്രയോഫൈറ്റുകൾ ഉണ്ട്, അതിന് ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരുന്നു. ഓക്കെ. അതുകൊണ്ട് ജസ്റ്റ് റീക്യാപ്പ് അടിച്ചതാണേ. ഓക്കെ. അപ്പൊ ക്ലാസ് കേൾക്കാത്തവര് വീണ്ടും ക്ലാസ് കേട്ടിട്ട്, ക്ലാസ്സിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ. അത് എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. പിന്നെ മാത്രമല്ല, മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലിട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റിനെ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അതേപോലെ മെയിൽ സെക്സ് ഓർഗൻ, ഫീമെയിൽ സെക്സ് ഓർഗൻ, ഇത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ. പിന്നെ എവിടെയാണ് ബ്രയോഫൈറ്റുകളെ കാണുന്നത്, എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ഒരു പുതിയ ടോപ്പിക്കാണ്. മക്കൾക്ക് സ്ക്രീന് കാണാവോ? ഹലോ മക്കളെ, ക്ലാസ് നിങ്ങൾക്ക് സ്ക്രീന് കാണാവോ? ആരുടെ ശബ്ദം കേൾക്കാനില്ലല്ലോ? കേൾക്കാല്ലേ ഞാൻ പറയുന്നേ? ഓക്കെ ഓക്കെ. ഇന്ന് കിങ്ഡം പ്ലാന്റയിലെ രണ്ടാമത്തെ ടോപ്പിക് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ, കണ്ട, ടെറിഡോഫൈറ്റ എന്നുള്ള ഒരു കാറ്റഗറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത്. ഓക്കെ.
മക്കള് കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ചെടികളെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ ഡയഗ്രത്തില് ഒരു ചെടിയുണ്ട്. നമ്മുടെ കിണറ്റിന്റെ വക്കത്തൊക്കെ ഇങ്ങനത്തെ ചെടി ഉണ്ടാവും. ഇതിന്റെ പിന്നിൽ ഒരു വെള്ള പൊടി ഉണ്ടാവും. നമ്മൾ കയ്യുമ്മലൊക്കെ വെച്ച് ഒട്ടിക്കുകയായിരുന്നു ചെറുപ്പത്തിൽ കളിക്കുന്ന സമയത്തൊക്കെ. ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങള്? ഇത് കണ്ടിട്ടുണ്ടോ ഈ ചെടികളെ? കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടെറിഡോഫൈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രയോഫൈറ്റിനെക്കാട്ടിയും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ടെറിഡോഫൈറ്റ. ഓക്കെ, ഈ ചെടികൾക്ക് എന്താ പറയുക? ഫേൺസ് എന്നാ പറയാ. ഫേൺ FERN, ഫേൺസ് ആണ്. ഓക്കെ, അപ്പോ നമ്മൾ ബ്രയോഫൈറ്റകളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വാസ്കുലാർ ബണ്ടിൽസ് ഇല്ല, സൈലോ ഫ്ലോയോ ഒന്നും ഇല്ല. മീൻസ് അവർക്ക് അവരുടെ ശരീരം ചെറുതായ കാരണം കൊണ്ട് അവരുടെ ശരീരത്തിൽ വെള്ളത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സൈലവും ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫ്ലോയും ഒക്കെ ആബ്സെന്റ് ആണ്. പക്ഷെ നമ്മുടെ ടെറിഡോഫൈറ്റ് അങ്ങനല്ലടാ. ടെറിഡോഫൈറ്റയിൽ എന്തുണ്ട്? അവര് വാസ്കുലാർ പ്ലാന്റ്സ് ആണ്. ബ്രയോഫൈറ്റ് പോലെയാണോ ടെറിഡോഫൈറ്റ? അല്ലല്ലോ, കുറച്ചും കൂടി വലിയ പ്ലാന്റ്സുകളാണ് അല്ലേ? അപ്പൊ ഇവരുടെ ശരീരത്തിൽ വെള്ളത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ? അപ്പൊ വേരില് വെള്ളം എത്തിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിനെ പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ? ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? സൈലവും ഫ്ലോയവും ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇവർ വാസ്കുലാർ പ്ലാന്റ്സ് ആണ്. എന്ന് വെച്ചിട്ട് നമ്മൾ കാണുന്ന മാവും അതുപോലെ പ്ലാവും ഒക്കെ പോലെ വലിയ വലിയ മരങ്ങളൊന്നുമല്ല, കുറച്ച് ചെറിയ ചെടികളാണ് അല്ലേ? അപ്പൊ പ്ലാവിലും തെങ്ങിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണ പോലത്തെ വാട്ടർ ട്രാൻസ്പോർട്ട് ഒന്നും നമ്മുടെ ടെറിഡോഫൈറ്റകളിൽ ഇല്ല. ടെറിഡോഫൈറ്റകൾ ചെറിയ പ്ലാന്റ്സുകളാ, ലോവർ വാസ്കുലാർ പ്ലാന്റ്സുകളാണ്. ഓക്കെ, മക്കൾക്ക് മനസ്സിലായോ? ഫിൽസ കേൾക്കുന്നുണ്ടോ? മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവാത്ത കാര്യം പറയണോട്ടാ. ഓക്കെ, ഇനി അടുത്തത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, ബ്രയോഫൈറ്റകളിൽ സൈലവും ഫ്ലോയോ ഇല്ല. പക്ഷേ ടെറിഡോഫൈറ്റകളിൽ എന്തുണ്ട്? സൈലമുണ്ട്, ഫ്ലോയമുണ്ട്. ഓക്കെ, ഈ സൈലത്തിനും ഫ്ലോയത്തിനും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് വാസ്കുലാർ ടിഷ്യൂ. വാസ്കുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലം പ്ലസ് ഫ്ലോയം. ഓക്കെ, ഇത് ബ്രയോഫൈറ്റകളിൽ ഇല്ല, പക്ഷേ ടെറിഡോഫൈറ്റകളിലുണ്ട്. സൈലമാണ് വെള്ളത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഫ്ലോയമാണ് ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് കണ്ട, ഇവര് രണ്ടുപേരും എന്ത് ചെയ്യും? വെള്ളത്തിനെയും ന്യൂട്രിയൻസിനെയും പ്ലാന്റ്സിന്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഫേൺസുകളൊക്കെ കൂടുതലും കാണുന്നത് നനഞ്ഞ സ്ഥലത്താണ്. അതേപോലെ ഈ നല്ല തണലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും ടെറിഡോഫൈറ്റുകളെ കാണുക. കൂടുതലും ഡാംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചെറുതായിട്ട് നനവാർന്ന പ്രദേശം അല്ലെ, ഷെയ്ഡി തണലുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് ആരെ കാണാൻ പറ്റുള്ളൂ? ടെറിഡോഫൈറ്റ്സുകളെ കാണാൻ പറ്റുള്ളൂ. എവിടെയാണോ ടെമ്പറേച്ചർ കുറഞ്ഞു നിൽക്കുന്നത് എന്നല്ലെങ്കിൽ തണുത്ത പ്രദേശങ്ങൾ, തണുത്തല്ല നനഞ്ഞ പ്രദേശങ്ങളിൽ, ഭയങ്കര ചൂടുള്ള സമയത്തൊന്നും നമുക്ക് ഫേൺസിനെ കാണാൻ പറ്റില്ല. ഡ്രൈ ഏരിയാസുകളിലൊന്നും നമുക്ക് ഫേൺസിനെ കാണാൻ പറ്റില്ല. ഈ ടെറിഡോഫൈറ്റ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഫേൺസ് എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിൽ ഇട്ട ഈ ചെടി ഫേണാ, ഇത് ഫേണാണ്. ഈ ഫേണിനെ കൂടുതലും കാണുന്നത് ഷെയ്ഡി പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണലുള്ള, അധികം ഡ്രൈ അല്ലാത്ത, ചൂട് അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് ടെറിഡോഫൈറ്റുകളെ കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ കണ്ട അതൊരു ടെറിഡോഫൈറ്റയാണ്. ഈ ടെറിഡോഫൈറ്റയുടെ ഇലകൾ നിങ്ങൾ ശ്രദ്ധിച്ച അതിന് കുറെ കുത്തു സ്പോറുകൾ കണ്ട, വട്ടത്തില് കുറെ കുത്തുകൾ കണ്ട. ഈ ഇലയുടെ പിന്നില് കുറെ സ്പോറുകൾ നിങ്ങൾക്ക് കാണാം. ഒരു മുട്ട ഇട്ട് വെച്ച പോലെ കാണാം അല്ലെ? ചെടി മുട്ട ഇട്ട് വെച്ച പോലെ നിങ്ങൾക്ക് കുറെ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. അപ്പൊ ഒരു ചെടി, ഒരു ടെറിഡോഫൈറ്റ അല്ലെങ്കിൽ ഒരു ഫേണ്, ഇത് മെച്യൂർഡ് ആയി കഴിഞ്ഞാലാണ് ഈ മുട്ടകൾ പോലത്തെ രൂപങ്ങൾ ഇങ്ങനെ അതിന്റെ ബോഡിയിൽ ഇങ്ങനെ കാണുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ എന്താ പറയുക വിളിക്കുക? സ്പൊറാഞ്ചിയ എന്ന് പറയും. ഇത് ഓരോ ബാഗാണ്. ഈ ഓരോ വട്ടത്തിനെ നമ്മൾ സ്പൊറാഞ്ചിയ എന്നാ പറയുക. ഈ സ്പൊറാഞ്ചിയയുടെ അകത്താണ് സ്പോറുകൾ ഉള്ളത്. സ്പൊറാഞ്ചിയ എന്നുള്ളത് ഈ ബാഗാണ്, ഓരോ വട്ടമാണ്. വട്ട സ്ട്രക്ചേഴ്സ് നിങ്ങൾ കണ്ടില്ലേ? ഇതിനെയാണ് നമ്മൾ സ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് സ്പോറുകൾ. സ്പോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ മനസ്സിലാക്കുക, ഈ ചെടിയുടെ മുട്ടകളാണ്. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത്? ഈ സ്പൊറാഞ്ചിയുടെ അകത്ത് ഒരുപാട് സ്പോറുകൾ ഉണ്ടാക്കും.
ഈ സ്പൊറാഞ്ചിയ എന്നുള്ള ബാഗ് പൊട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് സ്പോറുകൾ പുറത്തോട്ട് വരും. ഈ സ്പോറുകളൊക്കെ മണ്ണിൽ വീഴും. എന്നിട്ട് അവിടെ നിന്ന് പുതിയ പുതിയ ഫേണുകൾ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മള് ആദ്യം ഒരൊറ്റ ചെടിയാവും ഉണ്ടാവുക. പിന്നെ നല്ല നനവൊക്കെ തട്ടിക്കഴിഞ്ഞാല് ഇവര് വലുതായിട്ട് അതിന്റെ അടുത്ത് കുറെ കാട് പിടിച്ച പോലെ ചെടികൾ ഉണ്ടാവും അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ആദ്യത്തെ ചെടിയിൽ നിന്ന് സ്പൊറാഞ്ചിയുടെ അകത്ത് നിന്നുള്ള സ്പോറുകളൊക്കെ പൊട്ടി പുറത്തോട്ട് പോരും. ഈ സ്പോറുകളൊക്കെ മണ്ണിൽ വീഴും. എന്നിട്ട് അതിൽ നിന്ന് പുതിയ ചെടികൾ മുളച്ചു വരികയാണ്. അപ്പൊ ഈ സ്പോറുകൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേൺസുകളുടെ സീഡാണ്. ഓക്കെ, ഈ സീഡിൽ നിന്നാണ് പുതിയ ഒരു ചെടി മുളച്ചു വരുന്നത്. മക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായി. വെരി വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഇത് ഇവരുടെ മെയിൻ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർ നിറഞ്ഞതാണ്. അത് കാരണം കൊണ്ട് ഇവരുടെ മെയിൻ പ്ലാൻ ബോഡി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സ്പോറോഫൈറ്റിക് ആണെന്ന് പറയാം. ഇവരുടെ മെയിൻ പ്ലാൻ ബോഡി സ്പോറോഫൈറ്റിക് ജനറേഷൻ ആണ്. സ്പോറുകൾ നിറഞ്ഞ ജനറേഷൻ ആണ് ഇവരുടെ മെയിൻ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഒരു ഫേണിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ ഭാഗം ഇതായിട്ടല്ല കാണുക, ഇത് സ്പോറോഫൈറ്റിക് ആണ്. ഇത് ഡിപ്ലോയിഡ് ആയിരിക്കും. ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രോമസോംസ് നമ്പർ ഡബിൾ ആയിരിക്കും. ഓക്കെ, ക്രോമസോം നമ്പർ ഹാഫ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ ഹാപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി മറ്റുള്ള സെൽസുകളിൽ എന്ത് സെല്ലാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ക്രോമസോംസ് എത്രയാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമിന് ചോദിക്കും ടെറിഡോഫൈറ്റയുടെ മെയിൻ പ്ലാൻ ബോഡി എന്താണ്. അപ്പൊ മക്കൾ എഴുതുക സ്പോറോഫൈറ്റിക് ജനറേഷൻ ആണ് എന്ന് എഴുതാം. സ്പോറോഫൈറ്റിക് ജനറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇവരുടെ ശരീരത്തിൽ സ്പൊറാഞ്ചിയകൾ ഉണ്ട്, സ്പൊറാഞ്ചിയകളുടെ അകത്ത് സ്പോറുകൾ ഉണ്ട്. ഇതാണ് ഇവരുടെ മെയിൻ പ്ലാൻ ബോഡി. അത് കാരണം കൊണ്ട് മെയിൻ പ്ലാൻ ബോഡി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോറോഫൈറ്റിക് ജനറേഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, മക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടാ. ഇനി അടുത്തത്, മാത്രല്ലടാ ഇവക്ക് കുഞ്ഞു കുഞ്ഞു വേരുകളുണ്ട്. വലിയ മാവും പ്ലാവും ഒന്നും പോലെ വലിയ വലിയ വേരുകളൊന്നുമില്ല, പക്ഷെ ചെറിയ ചെറിയ വേരുകളുണ്ട്. ഈ വേരുകൾ മണ്ണിൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് വെള്ളത്തിനെയും മിനറൽസിനെയും ഒക്കെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ബ്രയോഫൈറ്റുകൾ പോലെയല്ല, അതിനെക്കാട്ടിയും കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ആളുകളാണ് ടെറിഡോഫൈറ്റുകൾ. ഓക്കെ, പിന്നെ കണ്ട ഇങ്ങനത്തെ ഇതാണ് നമ്മുടെ ഫേൺ കേട്ടാ. ഇതാണ് ഫേൺ, കണ്ട ഇതൊക്കെ ഫേണാണ്. ഈ ഫേണിന്റെ ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച, ഈ ലീവ്സുകളുള്ള ഭാഗം, ഈ ഫേണിന്റെ ലീവ്സുകൾ ഇതിന്റെ അറ്റം മുതൽ, ഈ ഫേണിന്റെ അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഫ്രോണ്ട് എന്നാണ്. ഫ്രോണ്ട്. ഓക്കെ, the leaves of sporophyte grow on thick horizontal underground stem or rhizome which bears adventitious roots. നോക്കിയേ, ഇവർക്ക് റൂട്ട്സുകൾ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു റൂട്ട്സുകൾ ഉണ്ട്. മാത്രമല്ല ഈ ഒരു ഭാഗമില്ലേ, ഈ ലീവ്സ് ഉള്ള ഈ ഭാഗം, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഫ്രോണ്ട് എന്നാണ്. നമ്മുടെ വലിയ വലിയ പ്ലാന്റ്സുകളെ പോലെ വലിയ സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ല അവർക്ക്. ഇപ്പോ തെങ്ങും അതേപോലെ മാവൊക്കെ പോലെ വലിയ വലിയ ഇലകളൊന്നുമില്ല. ഇവരുടെ ലീവ്സ് ഭയങ്കര ചെറുതാണ്. അത് കാരണം കൊണ്ട് ഇവരുടെ ലീവ്സിനെ നമുക്ക് ഫ്രോൺസ് എന്ന് വിളിക്കാം. ഓക്കെ, പിന്നെ കുഞ്ഞു കുഞ്ഞു വേരുകളുണ്ട്, കണ്ട വേരുകളുണ്ട്, അത്ര മനസ്സിലാക്കിയാൽ മതി. പിന്നെന്താണ്, ചില യങ് ലീവ്സ് ഇല്ലേ, ഇപ്പൊ ചില ഇലകളുടെ മുകളിൽ ഡ്രൈ ബ്രൗൺ സ്കെയിലുകൾ ഉണ്ടാവും. കണ്ട ഈ ഇലയുടെ മുകളിലൊക്കെ ഒരു ബ്രൗൺ സ്കെയിൽസുകൾ ഇല്ലേ, കണ്ട ഇതിനെയാണ്. അപ്പൊ ചില ഇലകൾ എന്താണ് ഗ്രീനി ആയിട്ടുണ്ടാവും, ചില ഇലകളുടെ മുകളിൽ ഡ്രൈ ആയിട്ട് ബ്രൗൺ സ്കെയിൽസുകൾ ഉണ്ടാകും. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇതിന് കാര്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല കേട്ടാ. ഇനി അടുത്തത്, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഈ നമ്മുടെ ഈ ഫേൺസിന്റെ ഇലകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ, വലിയൊരു തണ്ട് ഉണ്ട് അല്ലേ. കണ്ട ആദ്യം വലിയൊരു തണ്ട്, ഇത് വലിയൊരു തണ്ട്, കണ്ട വലിയൊരു തണ്ട് ഉണ്ടാവും. ഈ വലിയ തണ്ടിനെ വിളിക്കുന്ന പേരാണ് റാക്കിസ്. കണ്ട റാക്കിസ്, ആക്സിസ് ഓഫ് ലീവ്സ്, ഇതിനാണ് റാക്കിസ് എന്ന് പറയുക. അപ്പൊ റാക്കിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ തണ്ടിനെ ഇതിനെ വിളിക്കുന്ന പേരാണ് റാക്കിസ്. കണ്ട ഇതിന്റെ ഉള്ളിൽ ഒരു റാക്കിസ് ഉണ്ട്, ഇതൊരു റാക്കിസ് ആണ്, ഇതൊരു റാക്കിസ് ആണ്. അങ്ങനെ ഈ വലിയ തണ്ടിനെയും അതേപോലെ ഈ തണ്ടുകളെ വിളിക്കുന്ന പേരാണ് റാക്കിസ്. ഈ റാക്കിസിന്റെ മുകളിൽ നിന്ന് കുറേ ലീവ്സുകൾ ഇങ്ങനെ വരുന്നത് കണ്ട അതിനെ വിളിക്കുന്ന പേരാണ് പിന്നെ കണ്ട ഈ ഒരു ഭാഗമില്ലേ, ഈ റാക്കിസിന്റെ മുകളിൽ നിന്ന് ഒരു ലീവ്സ് വരുന്നുണ്ട്. ഈ ലീഫിന്റെ ഈ ഒരു കംപ്ലീറ്റ് ഭാഗം ഇതിനെ വിളിക്കുന്ന പേരാണ്
നമ്മുടെ പിന്ന. ഇനി പിന്നയുടെ ഉള്ളിൽ കുറെ ഡിവിഷൻസ് ഉണ്ട്. ഇപ്പൊ നോക്കി, ഇതിന്റെ അകത്ത് ഒരുപാട് ഇലകളുണ്ട്, ഇതിന്റെ അകത്ത് ഒരുപാട് ഇലകളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പിന്യൂൾസ്. അപ്പൊ മക്കള് മനസ്സിലാക്കുക, ഈ മെയിൻ ആക്സിസ് ആയിട്ടുള്ള ഈ സ്റ്റെമ്മിനെ വിളിക്കുന്ന പേരാണ് റാക്കിസ്. ഈ റാക്കിസിന്റെ ഡിവിഷനാണ് പിന്ന. ഈ പിന്നയുടെ ഡിവിഷൻസ് ആണ് പിന്യൂൾസ്. ഓക്കെ, ഇതൊന്ന് കാര്യമായിട്ടൊന്നും ചോദിക്കാറില്ല എക്സാംസിന്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് ടെറിഡോഫൈറ്റ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ഫേണ് വരണം. ആ ഫേണിന് ഒരു റാക്കിസ് ഉണ്ട്, ആ റാക്കിസിന് ഒരു പിന്നയുണ്ട്, ആ പിന്നക്ക് കുറെ പിന്യൂൾസുകൾ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതിന് കാര്യപ്പെട്ട ചോദ്യങ്ങളൊന്നും എക്സാമിന് ചോദിക്കാറില്ല. നിങ്ങൾക്ക് സംഭവം പിടികിട്ടിയാ? ഹലോ, മനസ്സിലായി. മനസ്സിലായി. ഓക്കെ, ഇനി കണ്ട നോക്കിയടാ, ഈ ഫേൺസ് മെച്യൂർഡ് ആയി കഴിഞ്ഞാല് ഇതിന്റെ അകത്തില്ലേ, ഇതിനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സ്പോറാഞ്ചികൾ കാണുക. മിസ് നേരത്തെ കാണിച്ചില്ലേ, കുറെ സ്പൊറാഞ്ചികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ലേ? ഈ സ്പൊറാഞ്ചിയുടെ അകത്തൊക്കെ എന്താണുള്ളത്? സ്പോറുകളാണുള്ളത്. ഇത് പൊട്ടും. ഈ സ്പൊറാഞ്ചിയ പറഞ്ഞ ബാഗുകൾ ഇങ്ങനെ പൊട്ടും. പൊട്ടിക്കണ്ട് അതിന്റെ അകത്തുനിന്ന് സ്പോറുകൾ വിത്തുകളായിട്ട് വരും. ഓക്കെ, അപ്പൊ മക്കള് മനസ്സിലാക്കുക, ഈ ലീവ്സിന്റെ താഴെ നമുക്ക് ഒരുപാട് സ്പൊറാഞ്ചിയകൾ കാണും. ഓക്കെ, സ്പൊറാഞ്ചിയകൾ കാണും, ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് കാണും. കണ്ടാവും, ഒരു ഗ്രൂപ്പ്, അടുത്ത ഗ്രൂപ്പ്, അടുത്ത ഗ്രൂപ്പ്. ഓരോ ഇലകളിലും ഓരോ ഗ്രൂപ്പുകളായിട്ട് സ്പൊറാഞ്ചിയകൾ ഇങ്ങനെ കാണാനുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പിന് വിളിക്കുന്ന പേരാണ് സോറി. സോറി. ഓക്കെ, സോറി എന്ന് പറയും. ഇതൊരു ഗ്രൂപ്പ് സോറി, ഇതടുത്ത സോറി, ഇതടുത്ത സോറി. അങ്ങനെ ഒരുപാട് സോറികൾ നിങ്ങൾക്ക് കാണാം. ഒറ്റ ഗ്രൂപ്പിനെ വിളിക്കുന്നത് സോറസ് എന്നാണ്. സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരൽ ആണ്, പ്ലൂരൽ. ഈ സോറിയുടെ സിംഗുലർ ഫോം ആണ് സോറസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സ്പൊറാഞ്ചിയനെ കവർ ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചർ ഉണ്ട്. കണ്ട, ഇതാണ് സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയനെ കവർ ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്ക് ഭാഗം കണ്ട നിങ്ങൾ, ബ്ലാക്ക് ലെയർ. ഈ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസിയം. ഇൻഡ്യൂസിയം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഫേൺസിന്റെ ലീവ്സുകളുടെ സർഫേസിന്റെ താഴെ സ്പൊറാഞ്ചിയ ബാഗുകൾ ഉണ്ട്. ഈ സ്പൊറാഞ്ചിയ ബാഗുകളുടെ ഉള്ളിലാണ് സ്പോറുകൾ ഉള്ളത്. ഈ സ്പൊറാഞ്ചിയനെ കവർ ചെയ്തുകൊണ്ട് ഒരു മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസിയം. ഇൻഡ്യൂസിയം ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതേ ട്ടാ. ഓക്കെ, ഭയങ്കര ഡെപ്തിലൊന്നും ഇതാക്കണ്ട. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, സ്പൊറാഞ്ചിയകൾ ഉണ്ട്, സ്പൊറാഞ്ചിയുടെ അകത്ത് സ്പോറുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഈ സ്പൊറാഞ്ചിയുടെ അകത്താണ് ആരുള്ളത്? സ്പോറുകൾ ഉള്ളത്. നമുക്കറിയാം, അത് ആ സ്പൊറാഞ്ചിയ എന്നുള്ള ബാഗ് പൊട്ടുമ്പോഴാണ് സ്പോറ് പുറത്തു വരിക. എന്നിട്ട് അതിൽ നിന്ന് പുതിയ ടെറിഡോഫൈറ്റയുടെ കുട്ടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഫേണുകൾ ഉണ്ടാകും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ട, ഇപ്പൊ ഈ സ്പോറുകൾ പുറത്തു വന്നു, സ്പൊറാഞ്ചിയ പൊട്ടിയിട്ട് സ്പോറുകൾ പുറത്തു വന്നു. ഫോർ എക്സാമ്പിൾ കണ്ട, ഇത് നമ്മുടെ ഫേൺ ഇട്ടാ, ഇത് നമ്മുടെ ഫേൺ. ഈ ഫേണിന്റെ അകത്ത് ഒരു സ്പൊറാഞ്ചിയ. ഈ സ്പൊറാഞ്ചിയ പൊട്ടിയിട്ട് സ്പോറ് പുറത്തു വന്നു. ഈ സ്പോറ് മണ്ണിൽ വീഴും. ഈ മണ്ണിൽ നിന്ന് പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാകും. കണ്ട, മണ്ണിൽ നിന്ന് ഒരു പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാകും. ഈ സ്ട്രക്ചറാണ് പിന്നീട് ഒരു ഫേൺ ആയിട്ട് മാറുന്നത്. ഈ സ്ട്രക്ചറാണ് ഈ ഹാർട്ട് പോലത്തെ സ്ട്രക്ചർ. കണ്ട, ഈ സ്ട്രക്ചറാണ് ഈ ഹാർട്ട് പോലത്തെ സ്ട്രക്ചർ. ഈ ഹാർട്ട് ലൈക്ക് സ്ട്രക്ചറിന് വിളിക്കുന്ന പേരാണ് പ്രോതാലസ്. കണ്ട, ഇപ്പൊ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, ന്യൂ ബോൺ എന്നൊക്കെ വിളിക്കില്ലേ? ന്യൂ ബോൺ. അതേപോലെ സ്പോറിൽ നിന്ന് പുതിയൊരു കുട്ടി ഉണ്ടാവുകയാണ്. സ്പോറിൽ നിന്ന് വിളിക്കുന്ന കുട്ടിക്ക് നമ്മൾ പ്രോതാലസ് എന്നാ വിളിക്കുക. പ്രോതാലസ്, പ്രോതാലസ് എന്ന് പറയും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്, ചാർജർ കണക്ട് ചെയ്യും. ഓക്കെ, ഓക്കെ, അപ്പൊ മക്കള് മനസ്സിലാക്കുക, ഈ പ്രോതാലസ് വളർന്നിട്ടാണ്, നോക്കി ഇതാണ് പ്രോതാലസ് ഇട്ടാ, ഈ ഹാർട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ് പ്രോതാലസ്. ഈ സ്പോറ് വിത്ത് വിരിഞ്ഞിട്ടുണ്ടാകുന്ന കുട്ടിയാണിത്. ഈ ഈ ഈ പ്രോതാലസ് ആണ് പിന്നീട് വലുതായിട്ട് ഫേൺ ആയിട്ട് മാറുന്നത്. ഓക്കെ,
ഈ പ്രോതാലസിന്റെ അകത്ത് ആന്ത്രീഡിയകളും ആർക്കീഗോണിയകളും ഉണ്ട്. ആന്ത്രീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ, മെയിലിന്റെ സെക്സ് ഓർഗൻ ആണ്, മെയിൽ സെക്സ് ഓർഗൻ ആണ്. ആർക്കീഗോണിയ എന്ന് പറയുമ്പോൾ ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. അപ്പൊ ആന്ത്രീഡിയകൾ സ്പേംസിനെ റിലീസ് ചെയ്യും, ആർക്കീഗോണിയകൾ എഗ്ഗിനെ റിലീസ് ചെയ്യും. എന്നിട്ട് ഇവർ രണ്ടും കൂടി ഫ്യൂസ് ചെയ്യും, എന്നിട്ട് പുതിയൊരു ഫേൺ ഉണ്ടാകും. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ചെടിക്ക് സ്പോറോഫൈറ്റുകളുണ്ട്, ഗാമറ്റോഫൈറ്റുകളുണ്ട്. ആ ഗാമറ്റോഫൈറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പ്രോതാലസ്. കണ്ട, ടെറിഡോഫൈറ്റയുടെ ഗാമറ്റോഫൈറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോതാലസ്. ഈ പ്രോതാലസിൽ നിന്നാണ് ആന്ത്രീഡിയകളും ആർക്കീഗോണിയകളും ഉണ്ടാവുന്നത്. അതിൽ നിന്ന് സ്പേംസും എഗ്ഗും വരും, എന്നിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പുതിയൊരു ഫേൺ ഉണ്ടാക്കും. ക്ലിയർ ആയോ? ഇപ്പൊ മനുഷ്യന്മാർക്ക് കുട്ടി ഉണ്ടാവുന്നത് എങ്ങനെ? ആണും പെണ്ണും മേറ്റ് ചെയ്തിട്ടല്ലേ? അതേപോലെ തന്നെ ഫേൺസുകൾക്കും കുട്ടി ഉണ്ടാകുന്നത് എങ്ങനെയാ? ഫേണിന്റെ കുട്ടികൾ ഉണ്ടാകുന്നതും എങ്ങനെയാ? അവരുടെ ബോഡിയിലുള്ള മെയിൽ സെക്സ് ഓർഗൻസും ഫീമെയിൽ സെക്സ് ഓർഗൻസും അതിൽ നിന്ന് വരുന്ന ഈ ഗാമേറ്റ്സുകൾ നമ്മൾ പറയും മെയിൽ ഗാമേറ്റ് സ്പേം എന്ന് പറയും, ഫീമെയിൽ ഗാമേറ്റ് എഗ് എന്ന് പറയും. ഇവര് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് അവർക്ക് എന്തുണ്ടാകുന്നത്? അവർക്ക് പുതിയ ക്ലിയർ കാണുന്നില്ല മോളെ? ആവുന്നില്ല, സ്റ്റക്ക് ആവുന്നു. സ്റ്റക്ക് ആണോ? ക്ലിയർ ആവണില്ല, കാണുന്നുണ്ട്. നോക്കട്ടെ ട്ടോ. ഇപ്പോഴോ? ഇപ്പൊ കേൾക്കണ്ട മക്കളെ? ഇപ്പൊ കേൾക്കാണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ഫേൺ ആണ്. ഈ ഫേണിന്റെ അകത്ത് ഒരുപാട് സ്പൊറാഞ്ചിയകൾ ഉണ്ട് ലീവ്സിന്റെ അണ്ടറിൽ. ഈ സ്പൊറാഞ്ചിയ ബ്രേക്ക് ആകുമ്പോൾ സ്പോറുകൾ പുറത്തോട്ട് വരും. ഈ സ്പോറുകളിൽ നിന്നാണ് ഒരു ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. ആ ഗാമറ്റോഫൈറ്റ് ആണ് ഈ പ്രോതാലസ്. കണ്ട, ഇത് പ്രോതാലസ് ആണ്. ഇപ്പൊ എക്സാമിൽ ഇവിടുന്ന് ആകെ ചോദിക്കുക എന്താണെന്നറിയോ? ടെറിഡോഫൈറ്റയുടെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ആരാണ്? മെയിൽ സെക്സ് ഓർഗൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ത്രീഡിയ. ഫീമെയിൽ സെക്സ് ഓർഗൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കീഗോണിയ. ഇവരുടെ ഗാമറ്റോഫൈറ്റിന് വിളിക്കുന്ന പേരെന്താ? പ്രോതാലസ്. ഈ ഹാർട്ട് പോലത്തെ സ്ട്രക്ചറിനെയാണ് പ്രോതാലസ് എന്ന് പറയുക. ഈ പ്രോതാലസിന്റെ അകത്ത്, ഇതും പ്രോതാലസ് ആണ്, ഇതും പ്രോതാലസ് ആണ്. ഈ പ്രോതാലസിന്റെ അകത്താണ് ആന്ത്രീഡിയകളും ആർക്കീഗോണിയകളും ഉള്ളത്. ഇവര് റിലീസ് ചെയ്യുന്ന എഗ്ഗും സ്പേമും ഫ്യൂസ് ചെയ്യുമ്പോഴാണ് പുതിയൊരു ഫേൺ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയ? ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് ഒന്നും കൂടി ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടാ. ജസ്റ്റ് ബ്രയോഫൈറ്റിയുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെറിഡോഫൈറ്റ് ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്തായാലും അത് കേട്ടിട്ട് മാത്രം ഇതൊന്നുകൂടി പിന്നെ ഇനി കേൾക്കുമ്പോ അത് കേട്ടിട്ട് മാത്രം ഇത് കേട്ടാൽ മതി കേട്ടാ. ഒന്നുകൂടി വ്യക്തമായിട്ട് ക്ലിയർ ആവും. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ചെയ്യുക? ഈ ഇതാണ് പ്രോതാലസ്. ഈ പ്രോതാലസ് എന്ത് ചെയ്യും? കണ്ട, ഇവരുടെ ബോഡിയിൽ നിന്ന് കുറെ വേരുകൾ ഡെവലപ്പ് ചെയ്യണില്ലേ? ഈ വേര് വഴി അവർ ന്യൂട്രിയൻസിനും വാട്ടറിനൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അവർ വളർന്ന് വലിയൊരു ഫേണായിട്ട് മാറും. ഓക്കെ, മനസ്സിലായോ? ഇനി അങ്ങനെയാണെങ്കിൽ എന്നിട്ട് എന്താ സംഭവിക്കുക? ഗാമറ്റോഫൈറ്റ്, ഈ പ്രോതാലസ് നശിച്ചു പോകും. പിന്നെ അതിൽ നിന്ന് എന്താണ്? ഇവിടെ വേര് ഡെവലപ്പ് ചെയ്യണില്ലേ? ഈ വേര് മണ്ണിൽ പിടിക്കും, എന്നിട്ട് അതിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാക്കും. എന്നിട്ട് ഈ പ്രോതാലസ് അങ്ങോട്ട് എന്ത് ചെയ്യും? ഈ ഗാമറ്റോഫൈറ്റ് നശിച്ചു പോകും. പിന്നെ കുറച്ച് ഈ ചെടി വലുതായിട്ട് നിൽക്കുന്ന സമയത്ത്, ഈ ചെടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോതാലസിനെ കാണാൻ പറ്റില്ല, ഈ ഗാമറ്റോഫൈറ്റ് ചത്തുപോകും. ഓക്കെ, ഇപ്പൊ ഒരു പുളിങ്കുരു മുളക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ആദ്യം പുളിങ്കുരു നമ്മൾ എവിടേക്കെങ്കിലും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അകത്ത് നിന്ന് വലിയൊരു മുളച്ചിട്ട് 2 കോട്ട്ലിഡൻസ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ആ കോട്ട്ലിഡൻസിനെ കാണാൻ പറ്റില്ല അല്ലേ? ആ കോട്ട്ലിഡൻസ്, ആ പുളിങ്കുരുന്റെ തോട് കാണാൻ പറ്റില്ല. അതൊക്കെ എന്തായിട്ട് മാറി? അതൊക്കെ ചെടിയായിട്ട് മാറി അല്ലേ? അത് ചത്തുപോയിട്ട് അത് ചെടിയായിട്ട് മാറും. അതേപോലെ തന്നെയാണ് നമ്മുടെ ടെറിഡോഫൈറ്റിയുടെ കാര്യങ്ങൾ. ഗാമറ്റോഫൈറ്റ് ചത്തുപോയിട്ട് പുതിയൊരു ചെടി അവിടെ മുളച്ചു വരും. ഓക്കെ, അപ്പൊ സ്പോറോഫൈറ്റുകളായിട്ട് വരും. മക്കള് മനസ്സിലാക്കുക, ഒരു ചെടിക്ക് 2 ജനറേഷൻ ആണുള്ളത്, ഗാമറ്റോഫൈറ്റും
സ്പോറോഫൈറ്റും. ഗ്യാമറ്റോഫൈറ്റ് വന്ന് പിന്നെ ആ ചെടി വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്യാമറ്റോഫൈറ്റിനെ കാണാൻ പറ്റില്ല. പിന്നെ അത് സ്പോറോഫൈറ്റുകളാകും. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? മനസ്സിലായോ? പോയാ? ആരും കാണാനില്ലല്ലോ, കേൾക്കാനില്ലല്ലോ. ആ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടാ? അപ്പോ അപ്പൊ ഇത്രയേ ഉള്ളൂ ട്ടാ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടെറിഡോഫൈറ്റ. അപ്പൊ മക്കള് മനസ്സിലാക്കുക, എക്സാമിന് ചോദിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാ ടെറിഡോഫൈറ്റിൽ? ഏത് ജനറേഷൻ ആണ്? ഗ്യാമറ്റോഫൈറ്റ് ആണോ സ്പോറോഫൈറ്റ് ആണോ? സ്പോറോഫൈറ്റിക് ജനറേഷൻ ആണ് ട്ടാ. ഇപ്പോ ഒരു ചെടി, ഒരു ഫേൺ ഉണ്ടായി കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് സ്പോറോഫൈറ്റുകളാണ്. സ്പോർ ഉണ്ടായിട്ട് നിൽക്കുന്നതാ കാണാൻ പറ്റുക. അല്ലാണ്ട് മറ്റേ ഈ ഗ്യാമറ്റോഫൈറ്റ് പ്രോതാലസിനൊന്നും നമുക്ക് തീരെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ ഗ്യാമറ്റോഫൈറ്റ് ചത്തുപോകും. സ്പോറോഫൈറ്റുകളാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ ട്ടാ. അപ്പൊ എക്സാമിന് ചോദിക്കും ടെറിഡോഫൈറ്റുകളിൽ ഡൊമിനന്റ് ഫേസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോറോഫൈറ്റുകളാണ്. ബ്രയോഫൈറ്റുകളിൽ ഡൊമിനന്റ് ജനറേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്തത് ദ സ്റ്റേജ് ഓഫ് ടെറിഡോഫൈറ്റ്സ് വിച്ച് പ്രൊഡ്യൂസസ് സ്പോർസ് ഫോർ കണ്ടിന്യൂയിങ് റെസ്റ്റ് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഈസ്. ഇപ്പൊ നോക്കിയേ, നേരത്തെ മിസ് പറഞ്ഞില്ലേ ഫേണിന്റെ അകത്ത് കുറെ സ്പൊറാഞ്ചിയകൾ ഉണ്ടാകും. ആ സ്പൊറാഞ്ചിയുടെ ഉള്ളിൽ നിന്ന് സ്പോറുകൾ പുറത്തു വരും. ആ സ്റ്റേജിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോറോഫൈറ്റ്. ഇങ്ങനത്തെ ഒരു ചോദ്യം വരികയാണ്, ഈ ടെറിഡോഫൈറ്റുകൾക്ക് സ്പൊറാഞ്ചിയ ഉണ്ടാകുന്ന സ്റ്റേജിന് വിളിക്കുന്ന പേരെന്താണ്? അപ്പൊ അതിന് നമ്മൾ സ്പോറോഫൈറ്റ് എന്നാണ് പറയുക ട്ടാ. സ്പോറോഫൈറ്റ് എന്നാ പറയുക ട്ടാ. ഇനി അടുത്ത ചോദ്യം, നെയിം ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഇൻ ടെറിഡോഫൈറ്റ്സ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിലിന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ടെറിഡോഫൈറ്റിന്റെ ഏതാണ്? ആ, അതന്നെ, ആന്ത്രിഡിയും ആർക്കിഗോണിയും. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇതിപ്പോ എക്സാമ്പിൾ ബ്രയോഫൈറ്റിയുടെയും ചോദിക്കുകയാണെങ്കിൽ എന്തെന്നെയാ? ആന്ത്രിഡിയ ആൻഡ് ആർക്കിഗോണിയ. ആൻസർ മെയിൽ സെക്സ് ഓർഗൻ ഈസ് കോൾഡ് ആന്ത്രിഡിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ഈസ് കോൾഡ് ആർക്കിഗോണിയം. ഓക്കെ, ഇവരാണ് ഗാമീറ്റ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എഗ്ഗിനെയും സ്പെർമിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എളുപ്പല്ലേ? ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ നെയിം ഓഫ് ഗ്യാമറ്റോഫൈറ്റ് ഓഫ് ഫേൺ. ഗ്യാമറ്റോഫൈറ്റിന് നമ്മൾ ഒരു പേര് വിളിച്ചു, ഒരു ഹാർട്ട് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്, അതിനെ ഒരു പ്രത്യേക പേര് വിളിച്ചു. അതെന്തായിരുന്നു? പ്രോതാലസ്. വെരി ഗുഡ്, വെരി ഗുഡ്, പ്രോതാലസ്. കണ്ട, ഇപ്പൊ മിസ് ഓരോ ടോപ്പിക് എടുക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എപ്പോഴും തരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ എക്സാംസിനും ചോദിക്കുക കേട്ടാ. അപ്പൊ നിങ്ങളൊരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും അതിന്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടാവും. അതെന്തായാലും പഠിക്കണം. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോർ എടുക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചെറിയൊരു ടോപ്പിക്കും കൂടി നോക്കാം. വളരെ സിമ്പിൾ ആണ്. അടുത്ത കാറ്റഗറിയാണ് ജിംനോസ്പേം. ഇപ്പൊ നോക്കിയേ, ബ്രയോഫൈറ്റ് കഴിഞ്ഞ് ടെറിഡോഫൈറ്റ് കഴിഞ്ഞ് ഇനി അടുത്ത കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ജിംനോസ്പേമെ. ജിംനോസ്പേമെ മക്കള് മനസ്സിലാക്കുക. നിങ്ങള് പൈൻ കാടുകളിലോട്ട് പോയിട്ടുണ്ടാ? ഇപ്പൊ നമ്മൾ ബീച്ചിന്റെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാറ്റാടി മരങ്ങളൊക്കെ കാണും അല്ലെ? അതേപോലെ നമ്മള് കോണിഫറസ് ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ മരങ്ങളെ കാണാൻ പറ്റും. കണ്ടാ? ഇങ്ങനത്തെ മരങ്ങളെ കാണാൻ പറ്റും. ഒരു കാറ്റാടി ടൈപ്പ് ഓഫ് മരം, പൈൻ മരങ്ങളെ കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മഞ്ഞ് പ്രദേശങ്ങളില്, ഹിമാലയങ്ങളിലൊക്കെ നമുക്കിത് നല്ല കാണാൻ പറ്റും. ഈ മഞ്ഞ് പ്രദേശങ്ങളില് അതേപോലെ വലിയ വലിയ മലയുടെ മുകളിലൊക്കെയാണ് നമുക്ക് കൂടുതലും പൈൻ മരങ്ങളെ കാണാൻ പറ്റുക. കണ്ടാ? ഇങ്ങനത്തെ ചെടികള്, ഈ ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ ജിംനോസ്പേമേ എന്ന് പറയുന്നത്. ഈ വാക്കിന് ഭയങ്കര ഒരു മീനിങ് ഉണ്ട്. ജിംനോ എന്നുള്ള വാക്കിന്റെ അർത്ഥം നെയ്ക്കഡ് എന്നാണ്. നെയ്ക്കഡ്, ഒന്നുമില്ലാത്തത്, നഗ്നനായിട്ടുള്ളത് എന്നാണ് അർത്ഥം. സ്പേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡാണ്. നിങ്ങൾ ഇവരുടെ സീഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരുടെ മരത്തിന്റെ മുകളിൽ സീഡുകൾ ഉണ്ടാകും. ഈ സീഡ് പറയുമ്പോൾ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടാണ് നിൽക്കുക, കവറിങ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ചക്കയുടെ കുരു ആണെങ്കിൽ എങ്ങനെയാ? ചക്കക്കുരു എങ്ങനെയാ? അതിന്റെ ഉള്ളിൽ ഒരു കവറിങ് ഉണ്ടാവും, മുകളിൽ ഒരു കവറിങ് ഉണ്ടാവും. ഇപ്പൊ മാങ്ങയുടെ കുരു ആണെങ്കിൽ എന്താ? അതിന് ഒരു കവറിങ് ഉണ്ടാവും. പക്ഷെ ഇവരുടെ സീഡ് എന്ന് പറയുമ്പോൾ തുറന്ന് ഇങ്ങനെ നിൽക്കുക ചെയ്യുക കേട്ടാ.
അതിനെയാണ് നെയ്ക്കഡ് സീഡ് എന്ന് പറയുന്നത്. നെയ്ക്കഡ് സീഡ്. ഈ സീഡിൽ നിന്നാണ് പുതിയ കുട്ടികൾ ഉണ്ടാവുന്നത്. പക്ഷെ ബാക്കിയുള്ള സീഡുകളെ പോലെ ഇവരിങ്ങനെ അടഞ്ഞിരിക്കില്ല, മറിച്ച് ഇങ്ങനെ തുറന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം നെയ്ക്കഡ് സീഡ്സ് ഉള്ള ചെടികളെയാണ് നമ്മൾ ജിംനോസ്പെർമി എന്ന് പറയുന്നത്. ഓക്കെ, നെയ്ക്കഡ് ഒവ്യൂൾസ്. ഇതിന്റെ അർത്ഥം തന്നെ എന്താണ്? നെയ്ക്കഡ് സീഡ്സ് എന്നാണ്. ഓക്കെ, മീൻസ് ഒവ്യൂൾസ് ആർ നോട്ട് എൻക്ലോസ്ഡ് ഇൻസൈഡ് എൻ ഓവറി. എന്തില്ല? ഈ ഒവ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒവ്യൂൾ ആണ് സീഡ്. ഈ സീഡിന് എന്തില്ല? കവറിങ് ഇല്ല. ഓക്കെ, ഓവറി ഇല്ല. ഓക്കെ, കാർപ്പലില്ല എന്ന് പറയും. സ്കെയിൽസ്. പിന്നെ ഇവരുടെ ലീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? These ovules are borne on flat scale-like leaves called ovuliferous scales. ഈ ഒവ്യൂൾസ് ഉണ്ടാക്കുന്നത്, ഈ സീഡ് ഉണ്ടാക്കുന്നത് എവിടുന്നാന്നറിയോ? അവരുടെ ലീവ്സിന്റെ മുകളിൽ. നിങ്ങൾ കണ്ട ഈ ലീവ്സിന്റെ മുകളിൽ നിന്ന് തന്നെയാണ് അവർക്ക് സീഡ് ഉണ്ടാവുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ഒന്നും ഇവരുടെ ബോഡിയിലില്ല, നേരെ സീഡുകളാണ് ഉണ്ടാവുക. ഫ്ലവേഴ്സ് ഇല്ല ഇവർക്ക്. സീഡ് ഉണ്ട്, ഫ്ലവേഴ്സ് ഇല്ല. നോർമലി ഫ്ലവറിന്റെ അകത്തല്ലേ സീഡ് ഉണ്ടാവുക, ഇവർക്ക് ഫ്ലവേഴ്സ് ഇല്ല. എന്താ ഉണ്ടാവുന്നത്? നേരെ ഇങ്ങനെ കിടക്കുക. ഇവിടെ ലീവ്സിന്റെ മുകളിൽ നിന്നാണ് ഇവരുടെ ബോഡിയിൽ സീഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ സീഡ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കവറിങ്ങും ഇല്ല. ഇത് ഇവിടെ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഇവിടെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ജിംനോസ്പേംസിന്റെ അർത്ഥം എന്താ? നെയ്ക്കഡ് സീഡ്സ് ഉള്ള ചെടികൾ. ഫ്ലവേഴ്സ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് ഇല്ല. നെയ്ക്കഡ് സീഡ്സ്. പ്ലാന്റ്സ് വിത്ത് നെയ്ക്കഡ് സീഡ്സ് ആണ് ജിംനോസ്പേർമെ. ഓക്കെ, ഇതിൽ വരുന്ന മെയിൻ എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ട, ഇതില് ഇപ്പൊ ഈ ചെടികൾ ഇപ്പൊ നിങ്ങൾ ഊട്ടിയിലേക്കൊക്കെ ടൂർ പോയി കഴിഞ്ഞാല്, കൊടൈക്കനാല്, വാഗമണിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈൻ മരങ്ങളെ കാണാൻ പറ്റും. ഈ പൈൻ മരത്തിൽ വിത്തുകൾ ഉണ്ടാവും, ഇങ്ങനെ ഉണങ്ങി വീഴുന്ന വിത്തുകൾ. ഓക്കെ, മെയിൽ കോണ്, ഫീമെയിൽ കോണ്. ഇതിൽ ആൺവിത്തുകളും ഉണ്ട്, പെൺവിത്തുകളും ഉണ്ട്. ഇതാണ് മെയിൽ കോൺ. ഇതിൽ ആണാണ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ് ആണ്. ഇങ്ങനെ തുറന്നിരിക്കുന്നത് ഇപ്പൊ മിസ് ഇവിടെ കാണിച്ചില്ലേ, ഇതൊക്കെ പെണ്ണാണ്, പെൺസീഡാണ്. കണ്ട, ഇത് പെൺസീഡുകളാണ്. ഫീമെയിൽ കോൺ ആണ്. ഇവരുടെ വിത്തുകൾക്ക് നമ്മൾ കോൺ എന്നാ പറയാം. കോൺ. ഓക്കെ, ഈ മെയിൽ കോൺ ഉണ്ട്, ഫീമെയിൽ കോൺ ഉണ്ട്. ഇതാണ് ഫീമെയിൽ കോണ്, ഇതാണ് മെയിൽ കോൺ. കണ്ട, ഈ മെയിൽ കോണിൽ നിന്ന് ഗാമേറ്റ്സുകൾ വന്ന് ഫീമെയിൽ കോണിൽ വീഴും. ഓക്കെ, അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പോ ഈ പൈൻ മരങ്ങളിലൊക്കെ എന്തുണ്ട്? മെയിൽ കോണുകളും ഫീമെയിൽ കോണുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് സ്പേംസ് എഗ്ഗിലോട്ട് വന്ന് ഫ്യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഫെർട്ടിലൈസേഷൻ സംഭവിക്കണൊക്കെ. മനസ്സിലായോ? ഇനി പിന്നെ ഇവരുടെ ലീവ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇവരുടെ പ്ലാൻ ബോഡി ഒന്ന് പ്ലാൻ ബോഡി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈന്ത് കണ്ടിട്ടുണ്ട്? ഈന്ത് ഇതാണ് ഈന്തപ്പന നമ്മൾ പറയും, സൈക്കാസ് എന്ന് പറയും. ഓക്കെ, ഈ സൈക്കാസിന് ഒരു പ്രത്യേകത ഉണ്ട്. സൈക്കാസ് നോർമലി ഇപ്പൊ നമ്മൾ പൈൻ മരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രാഞ്ചസുകൾ കാണാം അല്ലെ? കണ്ട, അത് പൈൻ മരത്തിന് ബ്രാഞ്ചസുകൾ ഉണ്ട്. ഇത് പൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൻ മരമാണ് കേട്ടാ. നിങ്ങൾ കൂടുതലും കണ്ടിട്ടുണ്ടാവും പൈനസ്. സൈക്കാസ് ഒക്കെ കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ സൈക്കാസിന് നമുക്ക് കാണും. മാത്രമല്ല ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് സൈക്കാസിന് പല വീടുകളിലും വെച്ചിട്ടുണ്ട്. ഈ സൈക്കാസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബ്രാഞ്ചുകളില്ല. സൈക്കാസ്. അതേപോലെ പൈനസ് ഇല്ലേ, പൈൻ മരങ്ങൾക്ക് ബ്രാഞ്ചുകൾ ഉണ്ട്. അപ്പൊ ജനറലി എന്താണ്, നമ്മുടെ ജിംനോസ്പേംസുകളൊക്കെ ബ്രാഞ്ച്ഡ് ആണ്. പക്ഷെ സൈക്കാസ്, ഈന്തപ്പനയുടെ കേസിൽ എന്താണ്, ഇത് അൺബ്രാഞ്ച്ഡ് ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ഒരു അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ജിംനോസ്പേമിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈക്കാസ് എന്ന് പറയാം. ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സൈക്കാസിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈനസ് എന്ന് പറയാം. പൈനസ്. ഓക്കെ, ഇത് എന്താണ്, നല്ല ടോളായിരിക്കും. പൈൻ മരങ്ങൾ നല്ല ഉയരമുള്ള ചെടികളായിരിക്കും, വുഡിയായിരിക്കും. ഓക്കെ, നമ്മള് ആ വുഡൊക്കെ തടിയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പെരിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും കായ്ക്കും അവര്. ഓക്കെ, എവർഗ്രീൻ ട്രീ ആണ്. ഏത് സമയം എന്താണ് കായ്ച്ചു നിൽക്കുന്ന, ഗ്രീനിഷ് ആയിട്ട് നിൽക്കുന്ന ഷ്രബ് എന്ന് പറയുമ്പോൾ നല്ല തടിയുള്ള മരങ്ങളാണ്. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ ടെറിഡോഫൈറ്റ് പോലൊന്നല്ല, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ആളുകളാണ് ജിംനോസ്പേർമെ. പക്ഷെ ഇവര് ഫ്ലവേഴ്സ് തരില്ല, ഫ്ലവറുകളെ കാണാൻ പറ്റില്ല. ഈ ചെടികളിലൊന്നും നമുക്ക് ഫ്ലവേഴ്സിനെ കാണാൻ പറ്റില്ല. ഇവരുടെ സീഡ് ഇങ്ങനെ നെയ്ക്കഡ് ആയിട്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് ഇവരുടെ പ്രത്യേകത, ജിംനോസ്പേം. ഓക്കെ, ഇനി
ഇനി ഇവരുടെ ലീവ്സ് നോക്കുകയാണെങ്കിലോ നിങ്ങൾ കണ്ട എന്താ പറയാ നീഡില് പോലെയാണ് ഇല്ലേ, സൂചി പോലെയാണ് ഇവരുടെ ലീവ്സ് ഉള്ളത്, സൂചി പോലെയാണ്. ഇപ്പൊ നമുക്ക് പറയാം പൈനസിന്റെ സൈക്കാസിന്റെ ഒക്കെ ഇത് ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ ഇപ്പൊ സിമ്പിൾ ലീവ്സ് ആണ്. സിമ്പിൾ ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ ഓരോ നീണ്ട നീണ്ട ഇലകളാണ് അല്ലെ. കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ ഇതൊരു റാക്കിസ്. ഇതിപ്പോ സൈക്കാസിന്റെ കേസിൽ ഇതൊരു റാക്കിസ്. ഒരു റാക്കിസിന്റെ മുകളിൽ ഒരുപാട് ഇലകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയുക. ഇപ്പൊ നമ്മുടെ ഇത് നോക്കിയേ, സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ ഈ ഇത് റാക്കീസേ കാണാനില്ല അല്ലേ, റാക്കീസ് ഒന്നുമില്ല, ഒരൊറ്റ ഇലകളായിട്ടാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ച് റാക്കീസ് ഒന്നുമില്ല. അതിനെ നമ്മൾ സിമ്പിൾ ലീവ്സ് എന്ന് പറയാ. ഇവിടെ ഒരു റാക്കീസ് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരുപാട് ലീവ്സുകൾ ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ സിമ്പിൾ കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയും. ഒരു റാക്കീസിന്റെ മുകളിൽ ഒരുപാട് ലീവ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറയും. ഇവിടെ റാക്കീസും ഇല്ല, അങ്ങനെ ലീവ്സ് ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. അപ്പം മക്കള് മനസ്സിലാക്കുക, ഇവിടെ ഭയങ്കര കാര്യപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് മനസ്സിലാക്കുക ഇവരുടെ ലീവ്സ് സിമ്പിൾ ആയിരിക്കാം, കോമ്പൗണ്ട് ആയിരിക്കാം. കോമ്പൗണ്ട് ലീവ്സിന് ഉദാഹരണമാണ് സൈക്കാസ്, സിമ്പിൾ ലീവ്സിന് ഉദാഹരണമാണ് പൈനസ്. ഇപ്പൊ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ തന്നെ ജിംനോസ്പെർമിന്റെ രണ്ട് ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ, പൈനസും എഴുതാം സൈക്കാസും എഴുതാം. ഓക്കെ, ഇനി കണ്ട ഇത് സൈക്കാസ് ആണ്, സൈക്കാസിന്റെ മെയിൽ കോൺ ആണിത്, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മെയിൽ കോൺ ആണ് കേട്ടാ. ഇനി പിന്നെ ലീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ലീഫ് എന്താണ് കൂടുതലും ഗ്രീൻ കളറാണ്, ലാർജ് ആണ്, നീഡിൽ ലൈക്ക് ആണ്. നീഡിൽ എന്ന് പറയുമ്പോൾ സൂചി പോലെയാണ് അല്ലേ, ഇവിടെ ഓല കണ്ടിട്ടില്ലേ ഓല, അതേപോലെ നീഡിൽ ലൈക്ക് ആണ്, അതിലും തിന്നായിട്ടാണ്. ഓക്കെ, പിന്നെന്താണ് കൂടുതൽ ഡ്വാർഫ് ഷൂട്ടുകൾ ഫൗണ്ട് ഓൺ ഡ്വാർഫ് ഷൂട്ട്സ് ഇൻ പൈനസ് ഓർ ഡയറക്ട്ലി ഓൺ ദ സ്റ്റെം ഇൻ സൈക്കാസ്. ഇപ്പൊ സൈക്കാസിന്റെ കേസിലൊക്കെ എന്താണ് സ്റ്റെമ്മിന്റെ മുകളിൽ നിന്ന്, തടിയുടെ മുകളിൽ നിന്നാണ് ഇലകൾ വരുന്നത്, അവർക്ക് പ്രത്യേകിച്ച് ബ്രാഞ്ചസ് ഇല്ലല്ലോ, എന്താ പറയുക ശാഖകളില്ല, അത് കാരണം കൊണ്ട് തന്നെ സ്റ്റെമ്മിന്റെ മുകളിൽ നിന്നാണ് ഇലകൾ വരുന്നത് സൈക്കാസിന്റെ കേസിൽ. പക്ഷെ പൈനസിന്റെ കേസിലൊക്കെ എന്താണ് അവര് ചെറിയ ഡ്വാർഫ് ഷൂട്ട്സുകളിൽ തന്നെ നമുക്ക് ഇലകളെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ പിന്നെ പറയാനുള്ളത് ഇവരുടെ ലീവ്സ്. ഇപ്പൊ നോക്കിയേ എല്ലാവർക്കും ഗ്രീൻ ലീവ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പൊ ചില മരങ്ങളിലൊക്കെ നല്ല ബ്രൗൺ ആൻഡ് സിമ്പിൾ സ്മോൾ ലീവ്സുകൾ ഉണ്ട്. ഓക്കെ, പക്ഷെ ചിലവർക്ക് എന്താണ് ഫോലിയേജ് ലീവ്സ്. ഫോലിയേജ് ലീവ്സ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ലാർജ് നീഡിൽ ലൈക്ക് ലീവ്സിനെയാണ് ഫോലിയേജ് ലീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ജിംനോസ്പേംസ് എല്ലാം ഒരേപോലെ എന്നല്ല, എക്സാക്ട് ഒരേപോലെ അല്ല. ചിലപ്പോ എന്താണ് രണ്ട് ടൈപ്പ് ആയിട്ട് കാണും, ഫോലിയേജ് ലീവ്സും സ്കെയിൽ ലീവ്സും കാണും. ചിലപ്പോ ചിലവർക്ക് ഫോലിയേജ് ലീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോ ചിലവർക്ക് സ്കെയിൽ ലീവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ മിക്സ് ആയിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി എല്ലാവർക്കും സെയിം ലീവ്സ് അല്ല, ദർ ഈസ് ഡിഫറൻസസ് ഇൻ ദ ലീവ്സ്. ഓക്കെ, അത്ര മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ചോദിക്കൊന്നുമില്ല കേട്ടാ. എല്ലാരും അവിടെ തന്നെ ഇല്ലേ, ഒരു ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആ ഓക്കെ, അവിടെ ഉണ്ടായാൽ മതി. ഓക്കെ, പിന്നെ ജിംനോസ്പേംസുകൾക്ക് എന്തുണ്ട്, സൈലം ഉണ്ട്, ഫ്ലോയ ഉണ്ട്. നോക്കിയേ ടെറിഡോഫൈറ്റ് മുതൽ എല്ലാവർക്കും സൈലം ഫ്ലോയും ഉണ്ട്. കണ്ട ഇവർക്ക് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ. ഇവരുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈലത്തിനെയും കാണാം ഫ്ലോയത്തിനെയും കാണാം. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് സൈലം, ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തതാണ് ഫ്ലോയം. ഇതിങ്ങനെ റിങ് പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഒരു റിങ് പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം ഇവരുടെ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം. ഈ സൈലവും ഫ്ലോയും ഒരു റിങ് പോലെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ നിങ്ങൾക്ക് ഒരു ഓറഞ്ച് കളർ സാധനം കാണാനില്ലേ, ഇതിനെ വിളിക്കുന്ന പേരാണ് കാംബിയം. ഓക്കെ, ഈ കാംബിയം ഇവർക്കുള്ളത് കാരണം കൊണ്ടാണ് ഇവരുടെ തടി കൂടുന്നത്. ഒരു വലിയ തടിയാവും. പൈൻമരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പൈൻമരങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ തടിയായിട്ട് യൂസ് ചെയ്യും, വിറകൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. കാരണം എന്താ പറയാ വലിയ തടിയാ. ഇവർക്ക് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇപ്പൊ ഒരു 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 മാവിനെ നമ്മൾ ഒരു മാങ്ങയുടെ അണ്ടി നമ്മൾ കുഴിച്ചിട്ടു, അത് പൊട്ടി മുളച്ചിട്ട് ചെറിയൊരു മാവിന്റെ തൈയായി. ആദ്യം ആ മാവ് മേലോട്ട് ഇങ്ങനെ വളരും അല്ലെ, ഒരു പരിധി വരെ, ഒരു ലിമിറ്റ് വരെ അത് വളരും. പിന്നെ വളരുമോ, ഒരു സമയം വരെ അത് വളരും, പിന്നെ മുകളിലോട്ട് വളരില്ല,
പിന്നെ അതിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുക. ഒരു ചെടി നീളം വെച്ച് പോകുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുക. ഇപ്പൊ പിന്നെന്താ ചെയ്യാ ആ മാവിന്റെ തടി ഇങ്ങനെ കൂടും അല്ലെ. അപ്പൊ നമ്മളും അങ്ങനെയല്ലേ, ഒരു 10-18 വയസ്സ് വരെ നമ്മൾ ഉയരം വെക്കും. പിന്നെ നമ്മൾ ഉയരം വെക്കുവോ? ഇല്ല. പിന്നെ നമ്മൾ ഉയരം വെക്കില്ല. 10-20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉയരം വെക്കില്ല. പിന്നെ നമ്മളെ തടി കൂടുകയും ചെയ്യുക അല്ലെ. ആ ഉയരം വെക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ തടി കൂടുന്നതിനെയാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവർക്ക് റിംഗ് ലൈക്ക് വാസ്കുലാർ ബണ്ടിൽസ് ആയ കാരണം കൊണ്ട് അത് മാത്രമല്ല, ഈ റിംഗ് ലൈക്ക് വാസ്കുലാർ ബണ്ടിൽസും ആണ് ഇവർക്ക്. മാത്രമല്ല ഇവർക്ക് ഇങ്ങനെ പിന്നെ തടി ഇങ്ങനെ കൂടും. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി കൂടും. ഓക്കെ, അപ്പോ ഈ ചെടികൾക്ക് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ട്. നമ്മുടെ തെങ്ങിന് സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാ? തെങ്ങ് തടി വെക്കുവോ? അതേപോലെ കമുങ്ങ് തടി വെക്കുവോ? അതിനൊക്കെ സെക്കൻഡറി ഗ്രോത്ത് കുറവാണ് അല്ലെ. പക്ഷെ ഇതിനൊക്കെ നോക്കിയേ, ജിംനോസ്പേംസ് കൂടുതലും സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കണ്ട നിങ്ങൾ ജിംനോസ്പേംസിൽ നോക്കിയ കോണുകളുണ്ട്. ഇത് മെയിൽ കോണുകൾ, ഇത് ഫീമെയിൽ കോണുകൾ ട്ടാ. ജിംനോസ്പേംസിന് കോൺസുകൾ ഉണ്ട്. കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിത്തുകളാണടാ ട്ടാ. ഈ കോൺസുകള് അവരുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസുകളാണ് കോൺസുകൾ ട്ടാ. ഈ കോൺസുകളെ നമ്മൾ സ്ട്രോബിലായി എന്ന് വിളിക്കും. സ്ട്രോബിലായി എന്നുള്ള വാക്ക് കോൺസുകൾക്ക് പറയുന്ന മറ്റൊരു വാക്കാണ്. ജിംനോസ്പേംസിന്റെ കോൺസുകളുടെ മറ്റൊരു വാക്കാണ് സ്ട്രോബിലായി. ഓക്കെ, അപ്പൊ ചില മരങ്ങൾക്ക്, ചില ജിംനോസ്പേംസുകൾക്ക് ആണും പെണ്ണും കോണുകൾ, മെയിൽ കോണും ഫീമെയിൽ കോണും ഉണ്ടാവും. ഇത് പൈൻമര. ഈ പൈൻമരത്തിന്റെ മുകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഈ പൈൻമരത്തിന്റെ സൈഡുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഫീമെയിൽ കോണുകളെ കാണാൻ പറ്റും. മെയിൻ ആക്സിസിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ഫീമെയിൽ കോണുകളെ കാണാൻ പറ്റും. മീൻസ് ഒരു പൈൻ മരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ കാണാൻ പറ്റും. അപ്പൊ അത് ബൈസെക്ഷൽ ആണെന്ന് പറയും. ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഒരാളിൽ തന്നെ ഉള്ളതിനെയാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. രണ്ട് സെക്സ്, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട്, ബൈസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെക്സ് ഓർഗൻസും ഒരാളിൽ തന്നെ ഉള്ളതിനെയാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. ബൈസെക്ഷലിന്റെ ഒരു ഉദാഹരണമാണ് നീറ്റം കണ്ട, ഇത് നീറ്റം എന്ന് പറഞ്ഞൊരു ചെടിയാണ്. നീറ്റം കണ്ട, ബൈസെക്ഷൽ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഇതിലുണ്ട്. പൈനസും എന്തിനെയാണ്? ബൈസെക്ഷൽ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഒരാളിൽ തന്നെ ഉള്ളതിനെയാണ് നമ്മൾ ബൈസെക്ഷൽ എന്ന് പറയുന്നത്. ഓക്കെ, ചിലവര് യൂണിസെക്ഷൽ ആയിരിക്കും, ഒന്നല്ലെങ്കിൽ മെയിൽ കോൺ ഉണ്ടാകും, ഫീമെയിൽ കോൺ ഉണ്ടാകും. പക്ഷെ കൂടുതലും എന്തെന്നെയാ? ബൈസെക്ഷൽ തന്നെയാണ് ട്ടാ. സോറി, യൂഷ്വൽ ആയിട്ട് യൂണിസെക്ഷൽ ആണ്, റയർ ആയിട്ടാണ് ബൈസെക്ഷൽ. പൈൻ മരങ്ങളൊക്കെ ബൈസെക്ഷൽ ആണ് ട്ടാ. നീറ്റും ബൈസെക്ഷൽ ആണ്. ഇതാണ് നീറ്റം എന്ന് പറഞ്ഞ ചെടി, നീറ്റം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? പൂമ്പൊടി. ഇപ്പൊ നിങ്ങൾക്ക് പരാഗണം, പോളിനേഷൻ ഒക്കെ അറിയോ? ആൺപൂക്കളിൽ നിന്നും പൂമ്പൊടികൾ പെൺപൂക്കളിൽ വന്ന് വീഴുമ്പോഴാണ് പരാഗണം നടക്കുന്നത് എന്നൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അറിയോ മക്കൾക്ക്? ഹലോ അപ്പൊ മക്കളെ, ഇത് ജിംനോസ്പേംസിന്റെ പോളൻ ഗ്രെയിൻസ് ആണ്. പൂമ്പൊടി എന്ന് പറയും. കണ്ടാ, ഇതൊരു പൂമ്പൊടിയാണ്. ഈ പൂമ്പൊടികൾ വന്നിട്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടാവും, എങ്ങനെ ഇപ്പം മെയിൽ കോണ് ഫീമെയിൽ കോണ് ഇവർ തമ്മിൽ എങ്ങനെ ഫെർട്ടിലൈസേഷൻ നടത്തുക? നിങ്ങൾ മനസ്സിലാക്കുക, ആണിന്റെ സ്പേംസുകൾ, അതിനെയാണ് പോളൻ ഗ്രെയിൻസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. ഈ പോളൻ ഗ്രെയിൻസ് ആണ് ഇതാണ് പോളൻ ഗ്രെയിൻസ്. ശരിക്കും ഇതെല്ലാം ഒരു ഗ്രീനിഷ് ഓറഞ്ച് ഒക്കെ കളറാണ് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് പെൺപൂക്കളിൽ വന്ന് വീഴും, ഫീമെയിൽ കോണിൽ വന്ന് വീഴും. അപ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോ മക്കള് മനസ്സിലാക്കുക, ഇത് കാറ്റാടി മരങ്ങളല്ലേ, ഭയങ്കര കാറ്റുണ്ടാവും ഇവരുള്ള സ്ഥലത്ത്. അപ്പൊ ഈ കാറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് 2 വിങ്സുകൾ ഉണ്ട്. ഈ പോളൻ ഗ്രെയിൻസിന് 2 വിങ്സുകൾ ഉണ്ട്. അപ്പൊ പൈൻ മരങ്ങളുടെ പോളൻ ഗ്രെയിൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പോളൻ ഗ്രെയിൻസിന് 2 വിങ്ങുകൾ ഉണ്ട്. കണ്ട, 2 എയർ സാക്ക് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഈ 2 വിങ്ങുള്ള കാരണം കൊണ്ട് തന്നെ കാറ്റിലൂടെ പറന്നിട്ട് അവർ ഫീമെയിലിന്റെ അടുത്തെത്തും.
ഓക്കെ. ഇപ്പൊ മെയിൽ കോണിന്റെ മുകളിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും, ഫീമെയിൽ അപ്പുറത്ത് ഉണ്ടാവും. അപ്പൊ കാറ്റ് ബീച്ചിലൊക്കെ ഭയങ്കര കാറ്റല്ലേ, അപ്പൊ ഈ കാറ്റ് വീശുന്ന സമയത്ത് ഈ പോളൻ ഗ്രെയിൻസ് മെയിലിന്റെ ബോഡിയിൽ നിന്ന് ഫീമെയിലിന്റെ ബോഡിയിൽ എത്തും. ഓക്കെ, അങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. മക്കൾക്ക് മനസ്സിലായോ? അപ്പോ ഇൻ പൈനസ് പോളൻ ഗ്രെയിൻസ് ഹാവ് 2 വിങ്സ്. കണ്ട, പൈനസിന്റെ പോളൻ ഗ്രെയിൻസിൽ 2 വിങ്സുകൾ ഉണ്ട്. ഈ വിങ്സുകൾ നമ്മൾക്ക് എയർ സാക്ക് എന്ന് പറയാം. എയർ സാക്ക് ഒരു പക്ഷിനെ ആകാശത്തു കൂടെ പറക്കാൻ സഹായിക്കുന്നത് അതിന്റെ ചിറകുകളല്ലേ, അതേപോലെ കാറ്റിലൂടെ പോളിനേഷൻ നടത്താൻ സഹായിക്കുന്നത് ഈ പോളൻ ഗ്രെയിൻസിന്റെ 2 വിങ്സുകളാണ്. അപ്പൊ ഈ വിങ്സ് വെച്ചിട്ട് കാറ്റിലൂടെ വിൻഡ് ഡിസ്പേഴ്സൽ എന്ന് പറയാം, കാറ്റിലൂടെ ആ എയർ സാക്സ് വെച്ചിട്ടുള്ള പോളൻ ഗ്രെയിൻസുകള് ഫീമെയിൽ ബോഡിയിലെത്തി, എന്നിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തും. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടത്തിയിട്ടാണ് വിത്തുകൾ ഉണ്ടായിട്ട് പുതിയ പുതിയ ചെടികൾ ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോ എക്സാമിന് ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ജിംനോസ്പേംസിനെ നേക്കഡ് സീഡ്സ് എന്നറിയപ്പെടുന്നത്? അപ്പൊ നമുക്ക് പറയാം, the ovules are not enclosed in an ovary. ovules എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡിന് കവറിങ് ഇല്ല, അത് കാരണം കൊണ്ടാണ് നേക്കഡ് സീഡ്സ് എന്ന് പറയുന്നത്. ഒവ്യൂൾസ് എന്ന് പറഞ്ഞാൽ വിത്താണ്, സീഡാണ്. അതിനെ കവർ ചെയ്യുന്ന കോട്ടിന് പറയുന്ന പേരാണ് ഓവറി. ഓവറിയുടെ അകത്താണ് ഒവ്യൂൾ ഉള്ളത്, സീഡിന്റെ മുകളിലാണ് കോട്ടുള്ളത് അല്ലെ. ഈ ഒവ്യൂൾസിനെ കവർ ചെയ്യാൻ ഓവറി ഇല്ല, അത് കാരണം കൊണ്ട് അത് നേക്കഡ് സീഡ്സ് ആയി. ഓക്കെ, അപ്പോ അതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇനി വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെന്താണ് നേരത്തെ മിസ് പറഞ്ഞു തന്നെ, ഈ ആൺ പോളൻ ഗ്രെയിൻസിൽ നിന്ന് സ്പേംസുകൾ വരും, അതേപോലെ ഫീമെയിലിന്റെ ബോഡിയിൽ നിന്ന് എഗ് ഉണ്ടാക്കും. ഇവര് രണ്ടും കൂടി ഫ്യൂസ് ചെയ്തിട്ട് എന്താ ഉണ്ടാവുക? പുതിയൊരു സീഡ് ഉണ്ടാവും. ഓക്കെ, ആ സീഡിൽ നിന്നാണ് പുതിയൊരു പൈനസ് മരം ജനിക്കുന്നത്. ഓക്കെ, ഇനി ആകെ രണ്ട് കാര്യം കൂടി ഉള്ളൂ. ഞാൻ കാര്യങ്ങൾ കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യണില്ല, കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ എക്സാംസിന് ചോദിക്കും ജിംനോസ്പേംസിന്റെ 2 ഉദാഹരണം. ഒന്ന് പൈനസ്, നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഈ ക്ലാസ് കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, പൈൻ മരം എന്ന് പറയും, അല്ലെങ്കിൽ സയന്റിഫിക് നെയിമാണ് പൈനസ്. പിന്നെ റെഡ്വുഡ് മരം കണ്ടിട്ടുണ്ടാ? ഏറ്റവും നീളം കൂടിയ മരമാണ് റെഡ്വുഡ്, തടിയൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. സെക്വ എന്നാ പറയുക സെക്വ റെഡ്വുഡ് എന്ന് പറയും. ഇനി അടുത്തത് ജുനിപ്പറസ്. കണ്ട ബ്ലൂബെറി പോലെ തോന്നും, പക്ഷെ ബ്ലൂബെറി അല്ല. ഈ കോണിഫറസ് ഫോറസ്റ്റിൽ വളരുന്ന ഒരു ചെടിയാണ് ജുനിപ്പർ എന്ന് പറയും. ജുനിപ്പറസ് എന്ന് സയൻസിൽ പറയും ഇനി സെഡാർ വുഡ് ഓയിലിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെഡാർ വുഡ് ഓയിൽ. ഓക്കെ, സെഡാർ വുഡ് ഓയിൽ, സെഡാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ്. സെഡാറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഓയിലാണ് സെഡാർ വുഡ് ഓയിലൊക്കെ. ഓക്കെ, ഇത് സീഡ്രസ് എന്ന സയന്റിഫിക് നെയിമാണ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ സാഗോപാം, നമ്മുടെ ചൊവ്വരിയൊക്കെ ഇല്ലേ, ചൊവ്വരി, നമ്മള് സാബൂനരിയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ലേ ഈ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ കിട്ടുന്നത് ഈന്തിയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് സാഗോ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കുറച്ച് ഉദാഹരണങ്ങൾ, പൈനും റെഡ്വുഡും പഠിച്ചാൽ മതി, വേണമെങ്കിൽ സൈക്കാസും പഠിച്ചോ. ഈ ഒരു പേര് പഠിച്ചു വെക്കുക, എങ്ങാനും എക്സാംസിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, മക്കൾ പഠിച്ചോ? മനസ്സിലായോ മക്കൾക്ക്? ജസ്റ്റ് എക്സാമ്പിൾ 2 എക്സാമ്പിൾ പറയാൻ പറ്റുമോ എക്സാംസിന് ചോദിച്ചാല്? സന, 2 ജിംനോസ്പേംസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ പറയാൻ പറ്റുമോ എക്സാമിന്? സന പോയല്ലോ. സന ഉണ്ട്. റിൻഷിത പോയി. റിൻഷിത എന്നും വന്നിട്ട് ഒരൊറ്റ പോക്കാ. ഓക്കെ, ഇനി കേൾക്കാവോ നിങ്ങൾക്ക് മക്കളെ? കേൾക്കാം. ഓക്കെ, ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസും കൂടി നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മക്കളെ, എക്കണോമിക് ഇമ്പോർട്ടൻസ്. ജിംനോസ്പേംസ് ഈ ലോകത്തുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ് ഉള്ളത്? ഒന്ന്, എന്താണ്? ടിമ്പർ അല്ലെ, തടി കിട്ടും നമുക്ക്. വലിയ സെക്വ പോലത്തെ വലിയ മരങ്ങളൊക്കെ അതേപോലെ പൈൻ മരങ്ങളൊക്കെ, തടികളൊക്കെ നമ്മള് കൺസ്ട്രക്ഷൻ വർക്കിനും അതേപോലെ ഫർണിച്ചർ വർക്കിനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ്, നമ്മുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്ത് ഗുണമാണ് ഉള്ളത് എന്നാ ചോദിക്കുന്നത്. ഒന്ന് ടിമ്പർ ആയിട്ട് യൂസ് ചെയ്യും,
പിന്നെ റെസിൻസ് യൂസ്ഡ് ഇൻ വാർണിഷസ്, അദസീവ്സ്, മെഡിസിൻസ്. ഈ മരങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിന്റെ അകത്ത് നിന്ന് ഇപ്പൊ പൊടിയന്നി പറഞ്ഞ മരമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ നമ്മള്. അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ ഒരു റെസിൻസ് ഇങ്ങനെ വരും. ഈ റെസിൻസ് ഒക്കെ ഇല്ലേ, ഇതിനെ റെസിൻസ് എന്ന് പറയും. ഇങ്ങനെ ഒട്ടണ പോലത്തെ ഒരു സാധനം. ഇത് നമ്മുടെ തടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ലിക്വിഡ് പോലത്തെ സാധനമാണ്. നമ്മൾ വാർണിഷിലും അതേപോലെ മെഡിസിൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ റെസിൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ വലിയൊരു എക്കണോമിക് ഇമ്പോർട്ടന്റ് ആണത്. പിന്നെ നമ്മൾ ടർപ്പന്റൈൻ ഓയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ? ടർപ്പന്റൈൻ ഓയിൽ നമ്മൾ പെയിന്റ് പണിക്ക് ഇല്ലേ, പെയിന്റ് പണിക്ക് യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് ടർപ്പന്റൈൻ ഓയിൽ. നമ്മൾ ഈ പെയിന്റ് ആഡ് ചെയ്യുന്ന സമയത്ത്, പെയിന്റ് നമ്മൾ അടിക്കുന്ന സമയത്ത് നമ്മൾ ടർപ്പന്റൈൻ ഓയിലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ പെയിന്റ് അടിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മരത്തിന്റെ പ്രൊഡക്റ്റുകളാണ് കേട്ടാ. അതേപോലെ ഈ നമ്മുടെ പൈൻ മരം ഇല്ലേ, പൈൻ മരത്തില് നമ്മൾക്ക് മെയിൽ കോണും ഫീമെയിൽ കോണും ഉണ്ട് അല്ലേ. അപ്പൊ ഈ മെയിൻ ആയിട്ട് ഫീമെയിൽ കോണിന്റെ ഉള്ളിൽ കുറെ വിത്തുകളുണ്ട്. പൈനിന്റെ നട്ട്സ് എന്ന് പറയും. ഈ പൈനിന്റെ നട്ട്സ് അല്ലെങ്കിൽ ഷിൽഗോസ നട്ട്സ് എന്നൊക്കെ പറയും. നമുക്ക് പാക്കറ്റ് ഒക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അത് ഒരു എന്താ പറയാ, നമ്മളെ ഈ ബദാമും ഈത്തപ്പഴം ഒക്കെ പോലെ നമ്മൾ ഡ്രൈ ആയിട്ട് കഴിക്കുന്ന ഒരു നട്ടാണ്. ഓക്കെ, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു നട്ടാണ്. അപ്പോ അതൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. പിന്നെന്താണ് നമ്മുടെ സൈക്കാസ് ഇല്ലേ, നേരത്തെ കണ്ടില്ലേ ഈദിൽ നിന്ന് കിട്ടുന്നതാണ് ചൊവ്വരി എന്ന് പറയും. ചൊവ്വരി, സബൂനരി എന്നൊക്കെ പറയും. സാഗോ, സാബൂദാന എന്ന് പറയും. സാബൂദാന. ഓക്കെ, അപ്പൊ സാഗോ. അപ്പൊ ഈ ജിംനോസ്പേംസ് നമുക്കുള്ളത് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇത് അറ്റ്ലീസ്റ്റ് 2-3 പോയിന്റുകൾ നിങ്ങൾ നോക്കി വെച്ചു. ചിലപ്പോൾ എക്സാംസിന് 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കും ജിംനോസ്പേംസിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണെന്ന്. ഇത് ക്ലാസ് കേട്ട ഒരു ഓർമ്മയിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 2-3 പോയിന്റ് എഴുതാം. ടിംബർ ആയിട്ടോ, ടർപ്പന്റൈൻ ആയിട്ടോ, അല്ലെങ്കിൽ സാഗോ, അല്ലെങ്കിൽ റെസിൻസ്, ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾക്ക് എഴുതാട്ടോ. ഓക്കെ, അപ്പൊ ജിംനോസ്പേംസ് അതും കഴിഞ്ഞു. ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയേ, വാട്ട് ഡസ് ദ ടേം ജിംനോസ്പേം മീൻ? എന്താ സെന ജിംനോസ്പേം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ സെന? യെസ്, വെരി ഗുഡ്. നേക്കഡ് സീഡ്സ്. കണ്ട, ആ ഒരൊറ്റ നമ്മളെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ആൻസർ കിട്ടുന്നുണ്ട് അല്ലെ. നേക്കഡ് സീഡ്സ് എന്ന് മാത്രം എഴുതിയാൽ തന്നെ മാർക്കായി. ജിംനോസ്പേംസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം നേക്കഡ് സീഡ്സ് ആണ്. ഇനി രണ്ടാമത്തത്, ഗിവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് ജിംനോസ്പേംസ്. പിൽസ് ഒക്കെ പറയാൻ പറ്റുമോ മോളെ? ക്ലാസ് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മോൾക്ക് 2 എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എന്താ, പൈനസും റെഡ്വുഡും. റെഡ്വുഡും, വെരി ഗുഡ്. പൈനസും റെഡ്വുഡും. കണ്ട, പൈനസും റെഡ്വുഡും. ഓക്കെ, ജസ്റ്റ് അത് എഴുതി കഴിഞ്ഞാൽ തന്നെ 2 മാർക്കായി. ഓക്കെ, ഇനി അടുത്തത്, ലിസ്റ്റ് 2 കൊമേഴ്ഷ്യൽ പ്രൊഡക്ട്സ് ഓഫ് ജിംനോസ്പേംസ്. ജിംനോസ്പേംസ് കൊമേഴ്ഷ്യൽ ആയിട്ട് ജിംനോസ്പേംസിൽ നിന്ന് കൊമേഴ്ഷ്യൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഒബ്ജക്ട്സിന്റെ പേര് പറയൂ, 2 സാധനത്തിന്റെ പേര് പറയൂ. ഒന്ന് സനക്ക് പറയാൻ പറ്റുമോ? ടിംബർ ട്ടാ, ടിംബർ ഒന്ന്. പിന്നെ റെസിൻസ്, പിന്നെ ടർപ്പന്റൈൻ ഓയിൽ എന്ന് പറയാം, ഷെൽഗാസോ സീഡ്സ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് പറയാം. മനസ്സിലായോ? അപ്പൊ ഇത്രയുള്ളൂ ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലാസ് ഫോർവേഡ് ചെയ്യാം, നോട്ട് ഗ്രൂപ്പിൽ ഇടാം. ഫിൽസക്ക് വേണ്ടി ബാക്കിയുള്ള നോട്ട്സുകൾ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കട്ടെ. ഞാൻ ബാക്കിയുള്ള നോട്ട്സും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. ഓക്കെ,